ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടും അനുഷ്ഠാന കലയുമായ കുത്തിയോട്ടം ആദ്യമായി കോതമംഗലത്ത് അരങ്ങേറുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഏറ്റവും ചെലവേറിയ വഴിപാടുകളിലൊന്നാണ് കുത്തിയോട്ടം. തൃക്കാരിയൂർ കിഴക്കേമഠം ഭാസ്കരൻ കുഞ്ഞിയുടെ വഴിപാടായാണ് തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ കുത്തിയോട്ടം കോതമംഗലത്ത് എത്തുന്നത്. ചെട്ടികുളങ്ങര ദേവിക്കുള്ള വഴിപാടായിട്ടാണ് അനുഷ്ഠാന കലയായ കുത്തിയോട്ടം നടത്തപ്പെടുന്നത്. യജ്ഞമണ്ഡപം കാൽനാട്ടുകർമ്മം ചൊവ്വാഴ്ച നടന്നു. ശിവരാത്രി നാൾ മുതൽ മാർച്ച് 3 വരെയാണ് കുത്തിയാട്ടം നടത്തപ്പെടുക. ബാലന്മാരെ ദത്തെടുത്ത് ശിവരാത്രി മുതൽ ഭരണി നാൾ വരെ പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത്. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയുള്ള പരിശീലനത്തിന് ശേഷം ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയും കുത്തിയോട്ടവും നടക്കും. പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടുകളും കുത്തിയോട്ടത്തിന്റെ പ്രത്യേകതയാണ്. ദേവിയുടെ മഹത്വങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളവയാണ് പാട്ടുകൾ. ആലപ്പുഴ ജില്ലയിൽ ഏറെ പ്രചാരമുള്ള ഈ വഴിപാട് എറണാകുളം ജില്ലയിൽ അപൂർവമായി മാത്രമേ നടത്തപ്പെടുന്നുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു. ഒരു ഭക്തൻ തന്റെ കഴിവുകൊണ്ട് നടക്കാതെ പോയ കാര്യം ദേവിയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നടന്നു എന്ന സങ്കല്പത്തിൽ സ്വന്തം ചെലവിൽ സ്വന്തം ഭവനത്തിലോ അതല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന സ്ഥലത്തോ ശിവരാത്രി മുതൽ 7 ദിവസം അനുഷ്ഠാന വൈവല്യത്തോടുകൂടി നടത്തുന്നതാണ് ചെട്ടികുളങ്ങരയിലെ കുത്തിയോട്ടം. ഇതര ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചെട്ടികുളങ്ങര കുത്തിയോട്ടത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ ഏറെ വ്യത്യസ്തതയുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ മാത്രം നിന്നിരുന്ന ഈ കുത്തിയോട്ട വഴിപാട് എറണാകുളം ജില്ലയിലെ കോതമംഗലം തൃക്കാരിയൂർ കിഴക്കേമഠത്തിൽ ഭാസ്കരൻ കുഞ്ഞായിയുടെ വകയായി ഈ കോതമംഗലത്ത് തന്നെ വെച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ വെച്ച് ഈ അനുഷ്ഠാന വൈവല്യത്തോടെ നടത്തുന്നു. KCV ന്യൂസ് കോതമംഗലം.